സദാചാര ഗുണ്ടായിസത്തിനെതിരെ ശക്തമായ പ്രതിഷേധ ഭൂമികയായി മാറുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ മറൈൻ ഡ്രൈവ്. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. രാവിലെ ലോ കോളേജ് വിദ്യാർത്ഥികളാണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. പിന്നീട് ഡിവൈഎഫ്ഐ SFI സംയുക്ത പ്രതിഷേധം നടന്നു. നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധം കാണാനെത്തിയതെന്നത് ഏറെ ശ്രദ്ധേയമായി. ഉച്ച കഴിഞ്ഞതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. നവമാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാനത്തെ തുടർന്ന് കിസ് ഓഫ് ലവ് പ്രവർത്തകരും കലാ സാംസ്കാരിക രംഗത്തുള്ളവരും പ്രതിഷേധത്തിനെത്തി. വളരെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ കെട്ടുപാടുകൾ കിടക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുറന്ന ലൈംഗികതയ്ക്കും തുറന്ന പ്രണയത്തിനുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത സമൂഹമായതുകൊണ്ടാണ് അത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ വാർത്തകൾ ഓരോ ദിവസവും കുഞ്ഞുകുട്ടികളുടെ നേർക്ക് വരെ വളരെ ക്രൂരമായ ഹിംസാത്മകമായിട്ടുള്ള ലൈംഗിക പെരുമാറ്റം ഉണ്ടാകുന്ന ഒരു നാടായി കേരളം മാറുന്നൊരു കാര്യം. ഭിന്നലിംഗക്കാരും പ്രതിഷേധത്തിൽ അണിനിരുന്നു. സദാചാര ഗുണ്ടായുസത്തിനും ചുംബന സമരത്തിനുമെതിരെ BJP പ്രവർത്തകരും പ്രതിഷേധത്തിനെത്തി. പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ സംഘർഷം ഒഴിവാക്കി. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറൈൻ ഡ്രൈവിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. ശിവസേനയുടെ ഓഫീസിലേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. വരും ദിവസങ്ങളിൽ സദാചാര ഗുണ്ടായുസത്തിനെതിരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുയരാനാണ് സാധ്യത.